Heavenly Father, in the mighty name of Jesus Christ, we come to your presence, Papa. Oh, Rigala Brasia, you are our rock, Daddy. You are our fortress. You are our deliverer. You are our God, Daddy. Oh, in whom we take refuge, we praise you, Papa. You are our shield. You are the horn of salvation. You are our stronghold. Araba Shekelebe Shekarasia Rekala Brasika Baba Dala Rashiko, the Papa. You are our rock, you are a fortress, you are our deliverer, you are our rock, Daddy. Oh, in whom we take refuge, Daddy. You are our shield, the hold of our salvation, you are our stronghold, Papa. Oh, Rimala Brasikala Bratikara Bariko Rasika Baba Kartave, hallelujah. Kala, we lift up your name, Jesus, Papa. Oh, you are our light and you are our salvation, Papa. You are our stronghold of our life, Daddy. Kudala Shekelebe. Rikala Brasikala Britike Rasika Mama Ritiko Anganyangade Sangeda Vanganyangade Kote Adigartave Atala Rabanyangale Pora Pange Yangade Mumbil Vechirikino Anganyangade Marataba Tillagonda Kungal Kuliki Pogelapa O Rima Rasiko Anganyangade Kote Manganyangade Rekshaginamagado Atala Rabachandarabe അങ്ങേ കാത്തിരിക്കുന്ന ആലയിൽ ഒരുത്തരെ ലജ്ജിച്ച് പോകയില്ല. ഹല്ലേലൂയ. റീമാല ബ്രാസികോ റസിക അങ്ങ് ഞങ്ങളുടെ വെളിച്ചം, അങ്ങ് ഞങ്ങളുടെ രക്ഷയാകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആരെ ഭയപ്പെടും? ഞങ്ങളുടെ ജീവന്റെ ബലം, ഞങ്ങൾ ആരെ പേടിക്കും? ഒരു സൈന്യം ഞങ്ങളുടെ നേരെ പാളയം ഇറങ്ങിയാലും ഞങ്ങളുടെ ഹൃദയം ഭയപ്പെടുകയില്ല. ഞങ്ങൾക്ക് യുദ്ധം നേരിട്ടാലും ഞങ്ങൾ നിർഭയമായിരിക്കും. ഹല്ലേലൂയ. റീമാല ബ്രാസികോ റസിക ബാബ കർത്താവേ, ഇന്നത്തെ supernatural miracle prayer മീറ്റിംഗിനെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. Holy Spirit, you take control over this meeting. ഞങ്ങളെ തന്നെ താഴ്ത്തി അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, forgive all of our sins, wash us with your precious blood, Daddy. Rimala brasiko rasika baba baba baba. Oh, rimala be shekere be Resika Baba, Talarala Shake, Resika Baba Baba, Kartave ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ കർത്താവേ, ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി അപ്പാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്തു ഡാഡി. ഓ റീകാല ബ്രാസ്യ, ഓ റീകാല, we are our heavenly Father, we are your children, Daddy. കുനാല സേകെ രബെ സേന്ദരാലബ, അങ്ങയുടെ സ്വർഗീയ കരമത്രേ ഞങ്ങളെ ഇതുവരെ കാത്ത് പരിപാലിച്ചത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ദിവസങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തല്ലോ. ഓ നന്ദി അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. ഓ വി acknowledge your presence, Holy Spirit. ഹാലബാഷേകോ അരാബരെ സീഖേരേബേകെ റസിയ കർത്താവേ, ഓ റിക റസി എന്ന വചനം ശുശ്രൂഷിക്കുന്ന അടിയനെ കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനെ പ്രവാചകനെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തിയോടെ വചനം ഘോഷിപ്പാൻ കർത്താവേ അടിയർക്ക് കൃപ തരണമേ. അങ്ങ് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുവാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ റീകാലാരാസിയ, കഴിഞ്ഞ നാളിൽ അപ്പന്റെ സാന്നിധ്യ കർത്താവേ സരതി ഞങ്ങൾ വെച്ച വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. Hallelujah. Rikalara basheke rebe seindara bashandaraba. അടിയങ്ങളെ കുടുംബത്തെ ഇത്രത്തോളം സഹായിച്ചല്ലോ, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ കർത്താവേ. ഓ അങ്ങ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഞങ്ങൾ അത്ഭുതം കാണാൻ പോകുന്നു. ഓ ഞങ്ങൾ നന്മ പ്രാപിക്കാൻ പോകുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് ഞങ്ങൾ സകലത്തെയും ജയിക്കുന്നു. We are victor. Oh, we are victors. കർത്താവേ, ഇന്ന് കടന്നു വരുന്ന സകല കുടുംബങ്ങളെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ യേശുക്രിസ്തു രക്തത്താൽ കവർ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗത്താൽ ഭാരപ്പെട്ട് വരുന്നവർ, ഹൃദയം നുറുങ്ങിയവർക്ക് അപ്പാ അങ്ങ് സമീപസ്ഥരായിരിക്കണമേ. രോഗികളെ ഇന്ന് രാത്രി സൗഖ്യം
സൗഖ്യമാക്കണമേ കർത്താവേ. ഓ അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ക്രിയ ചെയ്യുന്നതിനായി സ്തോത്രം. ഓ we expect great miracles from you this night, Daddy. Rimala brasike resika baba ridiko rasia ramara digale manaka regade udala du ragadigasya കർത്താവേ എല്ലാ വിടുതൽക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ എല്ലാ സൗഖ്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ ഡാഡി എല്ലാവരെയും അപ്പന്റെ പാത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്ന എല്ലാ ഡിവൈസസിനെ യേശുക്രിസ്തു രക്താൽ കവർ ചെയ്ത് മുദ്രയിടുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും തിരുരക്താൽ മറയ്ക്കുന്നു. കടന്നു വരുന്ന അഭിഷിക്തനെ, കുടുംബത്തെ, മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ അഭിഷിക്തന്മാരെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ദൈവം ഒരു അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Let your name be lifted up this night. Let your glory, hallelujah, കർത്താവിന്റെ നാമം മാത്രം ഇന്ന് രാത്രി മഹത്വപ്പെടട്ടെ കർത്താവേ. അടികളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ യാചനയപ്പച്ചുകിട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്നേഹിച്ചുതൻ ജീവൻ വെച്ചു സ്നേഹിച്ചുതൻ ജീവൻ വെച്ചു. സ്വർഗസിംഹാസനം താതന്റെ മാർവ്വതം ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി ദാസനെ പോലവൻ ജീവിച്ചു പാപിയെ ശാപം ശിരസതി ഏറ്റിടുവാ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയെ ശാപം ശിരസതി ഏറ്റിടുവാൻ. പൊന്നീശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വെച്ചു. തള്ളയെ പോൽ നമ തുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളമുരുകുന്ന ചങ്കുതകരുന്ന കണ്ടു നിറയുന്ന രക്ഷകനെ. ഉള്ളമുരുകുന്ന ചങ്കുതകരുന്ന കണ്ടു നിറയുന്ന രക്ഷകനെ. പൊന്നീശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വെച്ചു.
റീമാലാബര ശാന്തരാലവേ ശാന്തരല റീകാലവരെ നികാലദുരഗതികസ്യ. പൊന്നേശു തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മളെ രക്ഷിച്ചു. ഹല്ലേലൂയ. നമ്മളെ പേർ ചൊല്ലി വിളിച്ചു, തന്റെ മക്കളാക്കി തീർത്തു. ഹല്ലേലൂയ. നമുക്ക് വേഗം വചനം ധ്യാനിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 119 സങ്കീർത്തനത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം. ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ കൽപ്പന നമ്മൾ സൂക്ഷിക്കുന്നിടത്തോളം നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. പരമാർത്ഥ ഹൃദയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നവരായി നമ്മൾ തീരണം. ഹല്ലേലൂയ. നമ്മളിൽ ആരും ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേയും ഹല്ലേലൂയ നമ്മൾ അനേക പരിഹാസങ്ങളിൽ നിന്ദകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മൾ നിന്ദിച്ച സ്ഥാനത്ത് നമ്മളെ മാനിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അത് തെളിയിക്കുന്ന വചനങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കാൻ പോവുക. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും പാപം ചെയ്തു വീണപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള ഹല്ലേലൂയ ആ കണക്ഷൻ മാറിപ്പോയി. ഹല്ലേലൂയ. മരണം വന്നു, ജനം പാപത്തിൽ വീണു. അല്ലെ? ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നമുക്ക് പല പാപ സ്വഭാവങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ക്രിസ്തുവിലായി തീർന്നപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നു. ഗലാത്യ ലേഖനം പറയുന്നു, I have been crucified with Christ and it's no longer I who live but Christ lives in me. Hallelujah. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ജീവിതമോ ഞാൻ ഫ്ലഷിലല്ല ജീവിക്കുന്നത്, ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. ആദാം ഹവ്വയും പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ പാപം ഹല്ലേലൂയ ഈ ലോകത്തേക്ക് വന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അവർ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവർക്കെല്ലാം ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാദൃശ്യ പ്രകാരം ദൈവത്തോടുള്ള നല്ല ഫെലോഷിപ്പിൽ അവരായിരുന്നു. അവർക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അവർ എന്നും മാനിക്കപ്പെട്ടിരുന്നു. ദൈവം അവരെ മാനിച്ചിരുന്നു. ഹല്ലേലൂയ. തേജസ് അവരെ കവർ ചെയ്തിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ അവർ ലജ്ജിതരായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, മനുഷ്യൻ പാപത്തിൽ വീണ ശേഷമാണ് അവൻ ലജ്ജാകരമായ അനുഭവങ്ങൾ ഉണ്ടായത്. ഹല്ലേലൂയ. നമ്മൾ ആരും ലജ്ജിതരാവാൻ ആഗ്രഹിക്കാത്തവരാണ്. ഹല്ലേലൂയ. നമ്മൾ വചനം നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ലജ്ജിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ കൽപ്പനകളെ ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ നീതിയുള്ളൊരു ജീവിതം, നമ്മൾ വചനപ്രകാരം ഒരു വിശുദ്ധ ജീവിതം ദൈവാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ ചില ഇടത്ത് തല കുനിക്കേണ്ടി വരാം.
വരാറുണ്ട് ദൈവമക്കളെ. അവിടെ നമ്മൾ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ മറ്റൊരിടത്തും അത് നമുക്ക് സ്വർഗത്തില് നമുക്ക് റിവാർഡ് കൊണ്ടുവരുന്നതാണ്. എന്നാൽ നമ്മൾ പാപ നിമിത്തം നമ്മളിൽ ചില തെറ്റുകുറ്റങ്ങൾ കർത്താവിന്റെ വചനം വിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ ശത്രു ആ പഴുതിലൂടെ കയറി നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയും, നിങ്ങൾ പ്രാർത്ഥനയോടെ അലറുന്ന സിംഹം പോലെ അവരിങ്ങനെ നടക്കുവാണ്. അവന് വേണ്ടി നമ്മൾ വാതിലുകൾ തുറന്നു കൊടുക്കരുത്. നമ്മൾ വചനപ്രകാരം നിൽക്കുവാണെങ്കിൽ nothing can block our blessings. നമ്മളെ മറ്റുള്ളവരുടെ മുന്നേ ലജ്ജിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനങ്ങളെല്ലാം നമുക്കറിയാം, നിർമ്മല വചനങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തിന്റെ വചനത്തെ മാനിക്കുന്നവരെ ലജ്ജയില്ലാതെ മറ്റുള്ളവരോട് കർത്താവിനെ സാക്ഷിക്കുവാനും കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനും കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാൻ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനും ലജ്ജയില്ലെങ്കിൽ നമ്മൾ മാനിക്കപ്പെടും. ദൈവമക്കളെ, കർത്താവിന്റെ വചനം 34 സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയണേ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി തീരും, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പറയുക, ഹല്ലേലൂയ, ഞാൻ ഒരു നാളും ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ലജ്ജിച്ച് പോകത്തില്ല. ഹല്ലേലൂയ. ഒന്നിനും എന്നെ ലജ്ജിപ്പിക്കാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിൽ നമ്മൾ ആയതിനു ശേഷം ഹല്ലേലൂയ, ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് ഹല്ലേലൂയ 2 കുടുംബത്തിൽ നിന്ന് ആരും നമ്മളോട് സംസാരിക്കത്തില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഞങ്ങളെ ഒന്ന് നോക്കത്തു പോലും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചാർച്ചക്കാര്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ചുറ്റുമുള്ളവരുടെ നടുവിൽ ചിലപ്പോൾ നമ്മൾ അവഗണിക്കപ്പെട്ടു പോകാം. ഹല്ലേലൂയ. അതിൽ നമ്മൾ ഭാരപ്പെടേണ്ട കാരണം നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവ വഴി ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ലോകം ഹല്ലേലൂയ നമുക്ക് ശാശ്വതമായിരിക്കത്തില്ല ദൈവമക്കളെ, നമുക്ക് അനുകൂലമായി തീരത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ച് പോകത്തില്ല. ഇത് തിരുവചനമാണ്, തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ദൈവമക്കളാകുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും വാച്ച് ചെയ്യുന്ന ചുറ്റും ആൾക്കാരുണ്ട്, ജാതികളുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ നാമം നമ്മളാൽ ഒരിക്കലും ദൂഷിക്കപ്പെടുവാൻ ഇടവരുത് കർത്താവേ, ഇടവരുതേ മക്കളെ. ഹല്ലേലൂയ. നീ ദൈവവചനത്തെ മാനിക്കുമെങ്കിൽ ദൈവവും നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ സൂക്ഷിക്കുക എന്ന വാക്ക് കാണാം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അവിടെ ഹല്ലേലൂയ നമ്മൾ വചനം സൂക്ഷിക്കുമ്പോൾ നമ്മൾ മാനിക്കപ്പെടും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:28 പറയുന്നു, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിൽ നമ്മൾ ലജ്ജിച്ചു പോകുവാൻ ഇടവരുതേ മക്കളെ. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നതും ദൈവവചനം മുറുകെ പിടിച്ച് ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നവരെ ലജ്ജിപ്പാൻ എന്റെ സ്വർഗത്തിലെ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും,
എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. ഹല്ലേലൂയ. കാലാബാഷേക്കോ. ആ ദൈവത്തിന്റെ ചട്ടങ്ങൾ നമ്മൾ ആചരിക്കുമ്പോൾ, ഹല്ലേലൂയ, തിരുവചനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ലജ്ജിപ്പാൻ ഇടവരത്തില്ല. ഹല്ലേലൂയ. അതിന് 7-ാം വാക്യം പറയും, ഞാൻ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പറയും, ഞാൻ ആചരിക്കും. ഹല്ലേലൂയ. ആരാധനയും അനുസരണവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും പലപ്പോഴും ഹല്ലേലൂയ ജഡം പ്രവർത്തിച്ച് പല ഹല്ലേലൂയ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. എന്നാൽ ആത്മാവിനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് അതിനെയൊക്കെ ജയിക്കാൻ കഴിയും ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ഭാഗത്ത് ദാവീദ് ദൈവത്തെ പറ്റി സംസാരിക്കുന്നതിനിടെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് കൈ പിടിച്ച് നടത്തിയില്ലെങ്കിൽ ഹല്ലേലൂയ നാം എല്ലാം വീട് പോകും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഹല്ലേലൂയ ചിന്തകളിലൂടെ സംസാരങ്ങളിലൂടെ ആണ് ഹല്ലേലൂയ പലപ്പോഴും കെണിയിൽ അകപ്പെട്ടു പോകുന്നത്. നമുക്ക് ഏദൻ തോട്ടത്തിൽ നോക്കിയാൽ അത് തന്നെ ഒരു വലിയ എക്സാമ്പിൾ ആണല്ലോ. ഹല്ലേലൂയ. ആ പഴം മാത്രം കഴിക്കരുത് ദൈവം നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഹല്ലേലൂയ. അവൻ സംശയരീതത്തിൽ ചോദിച്ചപ്പോൾ അവിടെ ഹവ്വ വീട് പോയി. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ ദൈവത്തിന്റെ ചട്ടങ്ങൾ. വേറൊരു കാര്യം ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, യേശു കർത്താവ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ സാത്താൻ പരീക്ഷിക്കുന്ന പല അവസരങ്ങൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. നീ മേളിൽ നിന്ന് താഴേക്ക് ചാടുക. ഹല്ലേലൂയ. നീ മേളിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. 91-ാം സങ്കീർത്തനം എടുത്ത് ഹല്ലേലൂയ സാത്താൻ യേശു കർത്താവിനോട് സംസാരിക്കുകയാണ് കേട്ടോ. നമ്മളെക്കാളും അവന് നന്നായിട്ട് അറിയാം കൃത്യമായിട്ട് വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ നമ്മളിൽ എത്ര പേർ ഹല്ലേലൂയ ഇപ്രകാരം വചനത്തിൽ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ ഹല്ലേലൂയ ധ്യാനിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കൽപ്പനകളെ ഞാൻ സൂക്ഷിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കെങ്കിലും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഈ പറയുന്നത് പോലെ ഹല്ലേലൂയ യേശു കർത്താവിന്റെ സുവിശേഷം പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജോലി കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ട്രാക്ടർ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പോഴാണെങ്കിലും ഞാൻ ഹല്ലേലൂയ കർത്താവിന്റെ വേല കർത്താവിനോട് ഇഷ്ടം കൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ദൈവത്തിന്റെ മകളായത് കൊണ്ടുമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് സുവിശേഷം അറിയിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കാരണം യെശയ്യാ 53 നമുക്കൊന്ന് ധ്യാനിക്കാം. യെശയ്യാ 53 ആദ്യം 1 മുതൽ 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 തൊട്ട്. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്വജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ദൈവമക്കളെ, യേശു കർത്താവ് ഹല്ലേലൂയ
30ാമത്തെ തിരുവയസ്സ് മുതൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ എത്ര രോഗികളെ സൗഖ്യമാക്കി, മുടന്തുള്ളവരെ സൗഖ്യമാക്കി, കുരുടനെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, 5 അപ്പോൾ 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സ്വർഗത്തിലെ കർത്താവ്. ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയാണ് ഈ പ്രയാസങ്ങളിലൂടെ കടന്നുപോയത്? നമ്മൾ അവിടെ വായിച്ചത് എന്താണ്? ഹല്ലേലൂയ, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ ഒരു വാക്ക് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. ഹല്ലേലൂയ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടത് എന്തിനാണ് ദൈവമക്കളെ? നമ്മൾ നിന്ദിക്കപ്പെടാതിരിക്കാനാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗോന്നതങ്ങളിൽ ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ്, രാജാതി രാജാവ്, ദൈവപുത്രൻ, ഹല്ലേലൂയ സകല ഹല്ലേലൂയ പവേഴ്സിന് മേളിലിരിക്കുന്ന സ്വർഗത്തിലെ കർത്താവ് താഴെ ഭൂമിയിൽ നമുക്ക് വേണ്ടി വന്ന് ഹല്ലേലൂയ തന്റെ ശരീരം തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. ഒരു പാപവും ചെയ്യാതെ സകല പീഡനങ്ങളിലൂടെയും യേശു കർത്താവ് കടന്നു പോയത് ഹല്ലേലൂയ നമുക്ക് വേണ്ടിയാണ് ദൈവമക്കളെ. നമ്മൾ നിന്ദിക്കപ്പെടാതിരിക്കാനാണ്. ഹല്ലേലൂയ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പാപം ചെയ്തു, അതുകൊണ്ടാണ് അവന് ഒളിക്കേണ്ടി വന്നത്. പാപനിമിത്തം ശാപം വന്നു, ശാപനിമിത്തമാണ് കഷ്ടത വന്നത്, ശാപവും പാപവും നിമിത്തമാണ് രോഗം ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും നമ്മളൊരു രോഗിയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നിന്ദിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ തളർന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ത്വജിക്കപ്പെട്ടത്, കർത്താവ് നിന്ദിക്കപ്പെട്ടത് നമ്മൾ മാനിക്കപ്പെടാനാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ കടന്നു പോകുന്ന നിന്ന അത് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം നൽകും. എന്നാൽ ഹല്ലേലൂയ നമ്മൾ നിന്ദിക്കപ്പെടുന്നത് ഹല്ലേലൂയ ചർച്ചക്കാരുടെ നടുവിൽ ഹല്ലേലൂയ പരിഹാസങ്ങളെ കഴിഞ്ഞ നാളിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ട ദൈവവചനം അപ്രകാരം ഞാൻ പറയുവാൻ ഏതെല്ലാം അവസരങ്ങളിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, ആ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോവുക. നമ്മുടെ സർക്കംസ്റ്റൻസസ്, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് പോലും ഹല്ലേലൂയ നമ്മളെ തല താഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, you look at the face of Jesus. അവങ്കലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയിട്ടില്ല. ആമേൻ, ആമേൻ. ഓ കർത്താവ് നിന്നയിലൂടെ കടന്നുപോയത് നമ്മളെ തല കുനിക്കാതിരിക്കുവാനാണ്. ഹല്ലേലൂയ. സകലത്തെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച കർത്താവ്, കർത്താവിൽ പാപമില്ലായിരുന്നു. അവൻ നിർമ്മലൻ, നിഷ്കളങ്കൻ, നിർദോഷനായിരുന്നു, പരിശുദ്ധനായിരുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ മാനിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഹല്ലേലൂയ പലരുടെ വാക്കുകൾ നമ്മളെ ഇപ്പോഴും മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുവാണെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അവരോട് നമ്മൾ ഹല്ലേലൂയ 100% നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ക്ഷമിക്കുക, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഹല്ലേലൂയ കർത്താവേ പഴയ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ വളരെ വേദനകളിലൂടെ കടന്നുപോയി, അതിനേക്കാളും വേദനയും നിന്നയും ഞാൻ അനുഭവിക്കുവാണല്ലോ. നോ ദൈവമക്കളെ, ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, ക്രിസ്തു നമുക്ക് വേണ്ടി രോഗം ശീലിച്ചവരായി തീർന്നു നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഓ സൗഖ്യം നമ്മുടെ അവകാശമാണ്. നമ്മുടെ ഹല്ലേലൂയ നമ്മൾ ഉയർത്തപ്പെടേണ്ടത്, നമ്മൾ മാനിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ ദാനമാണതല്ല, ദൈവത്തിന്റെ അവകാശമാണ്. ഓ ദൈവത്തെ മാനിക്കുന്നവർ, എന്റെ വചനത്തെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. കർത്താവ് അങ്ങനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹല്ലേലൂയ ആരുടെ
മുന്നിൽ ആരുടെയും വാക്കുകളാൽ ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ അവരോട് നിങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുക. ഹല്ലേലൂയ. അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളോട് എതിർത്ത് സംസാരിക്കുന്നവർ, ഓ കർത്താവിന്റെ വശം പറയുന്നു, എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിനെ എന്റെ മുന്നേ കർത്താവ് തോൽപ്പിക്കും. അവരൊരു വഴിയായി നമ്മുടെ നേരെ 7 വഴിയായി നമ്മൾ ഓടിപ്പോകും. ദൈവങ്ങളെ, whatever there is coming against us, God will deal. കാരണം നമ്മൾ ദൈവരാജ്യത്തിന്റെ പൗരന്മാരാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ കർത്താവ് ഡീൽ ചെയ്തോളൂ. യു ബി സ്റ്റിൽ ആൻഡ് സൈലന്റ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആ മുറിവുകൾ ഹല്ലേലൂയ പ്രകാരം നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവ് ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ സകല കൽപ്പനകളും നമ്മൾ സൂക്ഷിക്കാം. അങ്ങനെ നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വചനപ്രകാരം നിൽക്കുമ്പോൾ നമുക്ക് വിരോധമായി ഒരു വ്യക്തിക്ക് എഴുന്നേക്കാൻ കഴിയത്തില്ല. ദൈവമക്കളെ, നമ്മൾ സ്വർഗരാജ്യത്തെ, നമ്മൾ ദേവരാജ്യത്തെ റെപ്രസെന്റ് ചെയ്താണ് നമ്മൾ ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. യഹോവ എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂലമാണ്. ഹല്ലേലൂയ. ആരും നമുക്ക് പ്രതികൂലമല്ല. ഹല്ലേലൂയ. എവിടെയാണോ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ചേ, ഹല്ലേലൂയ എവിടെയാണോ നമ്മൾ താഴ്ത്തപ്പെട്ടത്, നമ്മൾ അവോയ്ഡ് നമ്മൾ റിജക്ട് ചെയ്യപ്പെട്ടത്, ഹല്ലേലൂയ ദിവസങ്ങളിൽ കർത്താവ് അവിടെ നിങ്ങളെ ഉയർത്തും, അവിടെ നമ്മളെ മാനിക്കും. സന്ദർഭേ നമ്മൾ ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കത്തില്ല കർത്താവ്. ഹല്ലേലൂയ. ലജ്ജയില്ലാതെ കർത്താവിനെ സുവിശേഷിക്കുവാൻ, കർത്താവിന്റെ വചനം ഘോഷിക്കുവാൻ, കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഈ ദിവസങ്ങൾ തല ഉയർത്തി നമുക്ക് ഇറങ്ങാം. ഒന്നും നമ്മളെ തളർത്തി കളയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കർത്താവുണ്ട്, യേശുവിന്റെ കൂടെയുണ്ട്, യേശുവിന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ധൈര്യത്തോടെ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് കർത്താവിന്റെ അത്ഭുത സാക്ഷികളായി നമ്മളെ ദിവസങ്ങൾ തീരാൻ പോവുക. ഈ വർഷങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ ലിബിൻ പാസ്റ്റർ നമ്മുടെ നടുവില് പലതവണയും ശുശ്രൂഷിക്കാൻ വന്നിട്ടുണ്ട്.